ഒരു പോസിബിലിറ്റി ഉണ്ട്. അതായത് നമ്മുടെയൊക്കെ സ്വന്തം ആശാൻ, അതായത് നമ്മുടെ സ്വന്തം ഇവാൻ വിക്കോമനോവിച്ച് ആശാൻ ഇന്ത്യയുടെ നാഷണൽ ടീമിന്റെ ഹെഡ് കോച്ചായി എത്താൻ പോകുന്നു. അതിന് ഒരു ചാൻസ് ഉണ്ട്. അതായത് ഈ വരുന്ന മന്ത്, അതായത് ജൂൺ ലാസ്റ്റോട് കൂടി മെൻലോ മാർക്കസ് എന്ന സ്പാനിഷ് പരിശീലകൻ, അതായത് FC ഗോവയുടെ കൂടെ പരിശീലകനായ മെൻലോ മാർക്കസ് ഇന്ത്യയുടെ നാഷണൽ ടീമിന്റെ പരിശീലക സ്ഥാനം ഒഴിയാൻ പോവുകയാണ് എന്നൊരു ന്യൂസ് വന്നിട്ടുണ്ട്. ആള് അത്ര എന്താ പറയാ, അത്ര ഓക്കെ ആയിട്ടല്ല ഇവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആളത് പ്രകടിപ്പിക്കുകയും ആള് ഉടനെ തന്നെ ഇറങ്ങുകയും ചെയ്യുമെന്നുള്ള വാർത്ത നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, നമ്മൾ നേരത്തെ അറിഞ്ഞ കാര്യമാണ്. അപ്പോൾ പകരം ആര് എന്നുള്ള ക്വസ്റ്റ്യന് കുറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അതിൽ ആദ്യത്തെ ഓപ്ഷനായിട്ട് ഇവാൻ ആശാൻ തന്നെയാണ് വെച്ചിരിക്കുന്നത് എന്നതാണ് നമ്മൾ ആ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്ത് തന്നെ ആയാലും, അപ്പോ ആശാൻ വന്നാലും, ഇനിയിപ്പോ മറ്റൊരു കോച്ച്, ഇനിയിപ്പോ പെപ് ഗാർഡിയോള വന്നാലും, ഇവിടുത്തെ പ്രശ്നങ്ങൾ മാറാതെ, അല്ലെങ്കിൽ ഇവിടുത്തെ മാനേജ്മെന്റിന്റെ ആ ഒരു സ്വഭാവം മാറാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇനിയിപ്പം ഏഷ്യ കപ്പിന്റെ ക്വാളിഫയർ എനിക്ക് തോന്നുന്നു ഇനിയുള്ള മത്സരങ്ങളെല്ലാം ജയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റൂ എന്ന് തോന്നുന്നു. കാരണം പക്ഷെ അത് വലിയ പാടേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആശാനെന്നല്ല, ആര് വന്നാലും ഇവിടുത്തെ മാനേജ്മെന്റിന്റെ പ്രശ്നങ്ങൾ മാറാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മൾ പല വീഡിയോയിലും എല്ലാം പറഞ്ഞതാണ്. ഇപ്പൊ ആശാൻ വന്നാലും അസ്ട്രോളജിയർ ആണ് ടീം 11 പ്രഖ്യാപിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അസ്ട്രോളജിയർ ആണ് സ്ക്വാഡ് പ്രഖ്യാപിക്കുന്നതെങ്കിൽ, ആശാനല്ല അതുപോലെ പെപ് ഗാർഡിയോളയോ അല്ലെങ്കിൽ ഗ്ലോബ്സോ അല്ല ഇനിയിപ്പോ ആര് വന്നിട്ടും കാര്യമില്ല. കാരണം അസ്ട്രോളജിയർ ഉണ്ടല്ലോ ഇന്ത്യക്ക്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇനി ആര് വന്നാലും പോയാലും നമ്മൾ ഇങ്ങനെ താഴോട്ട് തന്നെ പൊക്കോണ്ടിരിക്കും. നമ്മുടെ ജയന്റ് ഇങ്ങനെ കിടന്ന് ഉറങ്ങിക്കൊണ്ടേയിരിക്കും.